പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിൽ നടപടി തുടങ്ങിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ താൻ പറഞ്ഞത് യാഥാർത്ഥ്യമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. തന്റെ 90 സെക്കൻഡ് പ്രസംഗം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ഭയപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ പ്രചാരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസും രംഗത്തെത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗമാണ് വിവാദമായത്. പ്രധാനമന്ത്രിയുടേത് വിദ്വേഷ പ്രസംഗമാണെന്നും പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് പരാതിയിൽ പരിശോധന നടത്തിവരികയാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ബൻസ്വാര ഇലക്ട്രൽ ഓഫീസറോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ രാജസ്ഥാനിൽ താൻ സത്യമാണ് പറഞ്ഞതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷ വിമർശനത്തോട് പ്രധാനമന്ത്രിയുടെ മറുപടി. തന്റെ 90 സെക്കൻഡ് പ്രസംഗം കോൺഗ്രസിലും ഇന്ത്യ മുന്നണിയിലും ഭയം ജനിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2004 ആന്ധ്രാപ്രദേശിൽ SC/ST വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിൽ കുറവ് വരുത്തി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ കോൺഗ്രസ് ശ്രമിച്ചതായി പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ഹനുമാൻ ചാലിസയും രാമനവമി ആഘോഷങ്ങളും പോലും കുറ്റകരമായിരുന്നുവെന്നും മോദി ആഞ്ഞടിച്ചു. आप कल्पना कर सकते हैं कांग्रेस के राज में हनुमान चालीसा सुनना भी गुनाह हो जाता है. കോൺഗ്രസിനെതിരെ കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. വിവിധ വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾ വേണമെന്ന് വാദിക്കുന്ന കോൺഗ്രസ് ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും യോഗി ആദിത്യനാഥ് ആരോപിച്ചു. അതിനിടെ പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ആക്ഷേപം ഉന്നയിച്ച പ്രകടന പത്രിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രിക്ക് അയച്ചു. വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒപ്പുശേഖരണവും തുടങ്ങിയിട്ടുണ്ട്. 1 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാണ് തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.